വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. അനന്തകാരുണ്യമായ കർത്താവിൻ്റെ കരുണയും നീതിമാനായ കർത്താവിൻ്റെ ന്യായവിധിയും തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോവുക എന്ന് വലിയ ചിന്തകൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. ഒത്തിരിയേറെ മനുഷ്യർ വ്യത്യസ്തമായ രീതിയിൽ ഇതിനെ സമീപിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുമുണ്ട്. ചിലതൊക്കെ വലിയ അബദ്ധങ്ങളിൽ പോയി അവസാനിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിലൊന്നാണ് കർത്താവ് ദൈവം കരുണാമയനായതുകൊണ്ട് ലൂസിഫർ വരെ അവസാനം കർത്താവിൻ്റെ കരുണയിൽ സ്വർഗം സ്വന്തമാക്കുമെന്ന് പറയുന്നത്രയും വളരെ വിശാലമായ കാരുണ്യത്തെപ്പറ്റി സംസാരിക്കുന്ന ചില തത്വങ്ങളും ചിന്തകളുമൊക്കെ ഉണ്ട്. ഒരാളും നശിക്കില്ല എന്ന് പറയുന്ന ഒരിത്. അതേസമയം കാർക്കശക്കാരനായ ഒരു ദൈവമായതുകൊണ്ട് എല്ലാ മനുഷ്യൻ്റെയും ചെറിയ തെറ്റുകളെ വരെ അവിടുന്ന് സൂക്ഷിച്ചു വീക്ഷിക്കുകയും അതനുസരിച്ചായിരിക്കും മനുഷ്യനെ തൂക്കി അളന്ന് വിധിക്കുക എന്ന് പറയുന്ന ഒരു രീതിയും നിലവിലുണ്ട്. അപ്പോൾ ഈ രണ്ട് രീതികളും ഇങ്ങനെ ഒരുപോലെ തന്നെ വളരുകയും ഓരോ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ഇത് ശക്തമായി മാറുകയും ഒക്കെ ചെയ്യുന്നത് നാം കാണുന്നുണ്ട്. ഇന്ന് നാം വായിക്കുന്ന സുവിശേഷം കർത്താവിൻ്റെ വിധിയുടെ മാനദണ്ഡം പറയുന്നതാണ്. അവിടുന്ന് പറയുന്നത് ഇതാണ്: നീ എങ്ങനെയാണോ നിന്നോട് കൂടെ ആയിരിക്കുന്നവരോട് ചെയ്യുന്നത്, അതുതന്നെ ആയിരിക്കും നിന്നോട് ഞാൻ ചെയ്യുന്നതിന് സ്വീകരിക്കുന്ന മാനദണ്ഡം. നീ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നിൻ്റേതായ തെറ്റുകളൊക്കെ ഞാനും ക്ഷമിക്കും. നീ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നിന്നെ ഞാനും സ്നേഹിക്കും. ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ പോലെയാണ് കർത്താവ് ഇതിനെ പറയുന്നത്. നിനക്ക് നൽകുന്നത് നീ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിനക്കും അളന്നു തരും. അത് നിനക്ക് തരുമ്പോൾ കുറെ കൂടി സമൃദ്ധി ഉണ്ടാകും. നീ അളന്ന അളവ് പാത്രം കൊണ്ട് തന്നെ ദൈവം നിനക്ക് അളന്നു തരുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് ദൈവം കാണിക്കുന്നത് കുറെ കൂടി സമൃദ്ധമായ അനുഗ്രഹ സാഗരമാണ് എന്ന് അവിടുന്ന് നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ മാനദണ്ഡം വളരെ വ്യക്തമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് കർത്താവിൻ്റെ കരുണയുടെ ഇടം നാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹചരോട് കാണിക്കുന്ന കരുണ തന്നെയാണ്. എനിക്കെങ്ങനെ എന്നോട് കൂടെ ആയിരിക്കുന്നവനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും സ്വീകരിക്കാനും കഴിയുന്നുവോ അതുതന്നെ ആയിരിക്കും ദൈവം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കരുണ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒന്ന് തന്നെയാണ്. അതിനേക്കാൾ 10 മടങ്ങ് ചിലപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കും. പക്ഷേ നമ്മുടെ ഭാഗത്ത് അങ്ങനെ ഒന്നുണ്ടാവണം. കരുണയുടെ പ്രവൃത്തികൾ ഉള്ളിടത്ത് മാത്രമേ കാരുണ്യം പ്രതീക്ഷിക്കാവൂ എന്ന് കൃത്യമായ ഒരു ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ സുവിശേഷം നൽകുന്നു. അതുകൊണ്ട് ഈ തപസ്സുകാലത്തിൽ നമ്മുടെ പ്രവൃത്തികൾ, അപരനോടുള്ള നമ്മുടെ പെരുമാറ്റ രീതികളും വാക്കുകളുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് നാളേക്കുള്ള കരുതൽ സമ്പാദ്യമാണെന്നുള്ള ബോധം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കാൻ നമുക്കും